ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ? ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറമാണ് രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനപ്പുറം നാലാളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയാൻ രാജീവ് ചന്ദ്രശേഖരനറിയാം. കക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം. ഒടുവിൽ അത് എത്തി നിന്നത് രാജീവ് ചന്ദ്രശേഖറിൽ ആണ്. പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് BJP രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഗുണമായത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവും 2021 IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവ് ചന്ദ്രശേഖറെ സഹായിച്ചു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ MK ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനനം. ബിസിനസ്സിൽ പയറ്റിത്തെളിഞ്ഞ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ്. വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ ഇറക്കി 1994 ഇന്ത്യൻ മാർക്കറ്റിൽ BPL രാജീവ് ചന്ദ്രശേഖർ സാങ്കേതിക വളർച്ചയുടെ നട്ടലായി. 2005 ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി. രാജ്യമറിയുന്ന ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയ പ്രവേശവും വളർച്ചയും പെട്ടെന്നായിരുന്നു. 2006 മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. കേരള NDAയുടെ വൈസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യ BJP നേതാവാണ്. ഗ്രൂപ്പ് പോരിൽ ആടിയുലയുന്ന കേരള BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് പ്രതീക്ഷയോടെയാണ് ദേശീയ നേതൃത്വം കാണുന്നത്. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.